പാലക്കാട് മരുത റോഡ് പഞ്ചായത്തിലെ കളപ്പറമ്പ് കോളനി നിവാസികളുടെ ദുരവസ്ഥ നമ്മൾ ലോക്കൽ ഫോക്കസിലൂടെ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. സഞ്ചാരയോഗ്യമായ റോഡ് ഇല്ലാത്തതായിരുന്നു അവരുടെ പ്രശ്നം. കുടിവെള്ള കണക്ഷൻ ഉണ്ടായിരുന്നില്ല. റോഡിനും വെള്ളത്തിനും വേണ്ടി 12 കുടുംബങ്ങളാണ് കാത്തിരുന്നത്. കോളനിയിൽ ഒരു മരണമുണ്ടായാൽ മൃതദേഹം തോളിൽ ചുമന്നുകൊണ്ട് പാടവരമ്പിലൂടെ നടക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ദൃശ്യമാണ് ഇത്തരത്തിൽ മൃതദേഹം ചുമന്നുകൊണ്ട് പോകേണ്ടത്. പക്ഷേ അവിടെയും പാലക്കാട്ടെ ഈ പ്രദേശത്തും അത് തന്നെയായിരുന്നു അവസ്ഥ. നമ്മൾ മാർച്ച് 17-നാണ് ലോക്കൽ ഫോക്കസിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം എന്നത് നമുക്ക് കാണാം. അതിനുശേഷം അതിന് എന്ത് പരിഹാരം ഉണ്ടായി എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്താ മോനെ വയ്യാത്ത ഒത്തിരി ആശുപത്രിയിൽ പോകാനോ ഒത്തിരി എന്തെങ്കിലും കൊണ്ടുപോകാനോ ഒന്നിനും വഴിയില്ല. ഞങ്ങൾക്ക് നടന്നിട്ട് അവിടെ പൈപ്പിൻ്റെ ചവിട്ടി പോകണം. ാണ് ഈ മരുത റോഡ് പഞ്ചായത്തിലെ കളപ്പറമ്പ് കോളനി എന്ന് പറയുന്ന ഭാഗം. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരുപക്ഷെ കൊയ്ത്ത് കഴിഞ്ഞ പാടം, അതുപോലെ തന്നെ കരിമ്പനകൾ എല്ലാം ഉണ്ട്. വിഷ്വലി നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. പക്ഷേ ഇവിടെയുള്ള ഈ കളപ്പറമ്പ് കോളനിയിലുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരിതം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ഈ കാണുന്ന ഒരു വരമ്പിലൂടെ മാത്രമേ ഈ കളപ്പറമ്പ് കോളനി എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ 2 അടി മാത്രമുള്ള ഈ വരമ്പിലൂടെ വേണം ഒരു മരണം സംഭവിച്ചാലോ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ ഒരു രോഗിയെ കൊണ്ടുപോകാനോ ഈ കളപ്പറമ്പ് ആളുകൾക്ക് സാധിക്കുള്ളൂ. വഴിയില്ല, വെള്ളമില്ല. മരിച്ചിട്ട് വഴിയില്ലാണ്ട് തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങൾക്ക് 10-60 വർഷമായി ഞങ്ങളിവിടെ വരാം വന്നിട്ട്. എൻ്റെ കല്യാണം തന്നെ 48 കൊല്ലമായി. ഞങ്ങൾ ഇപ്പോഴും പുഴയിൽ നിന്നാണ് വെള്ളം കൊണ്ട് മുക്കിക്കൊണ്ട് വന്നിട്ട് ആക്കുന്നത്. മീഡിയ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇക്കാര്യം MLA-യെയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെയും ഒക്കെ അറിയിക്കുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും വേണ്ടതാണ്. റിപ്പോർട്ടറിന്റെ ലോക്കൽ ഫോക്കസിൽ വന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഇതിന് തുടർ വാർത്തകൾ ഫോളോ അപ്പിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ അറക്കലും സംഘവും പോകും. താങ്ക് യു ഇക്ബാൽ. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്ക് പിന്നാലെ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുന്നു. കളപ്പറമ്പിലെ ജനങ്ങളുടെ ദുരിത ജീവിതം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പൈപ്പിട്ടിട്ടും കഴിഞ്ഞ 2.5 വർഷമായി വെള്ളം വരാതിരുന്ന കളപ്പറമ്പിലെ വീടുകളിൽ കുടിവെള്ളം എത്തിയിട്ടുണ്ട്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ ഇടപെട്ടാണ് കോളനിയിലേക്ക് വെള്ളം എത്തിച്ചത്. 1.5 ആഴ്ചയ്ക്ക് മുമ്പാണ് റിപ്പോർട്ടർ ലോക്കൽ ഫോക്കസിലൂടെ കളപ്പറമ്പുകാരുടെ ദുരിതം ലോകം അറിയുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടു. ഇപ്പോൾ അവകാശമായ കുടിവെള്ളം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കളപ്പറമ്പിലെ ഓരോ കുടുംബങ്ങളും. കോളനിയിലേക്ക് വഴിയില്ലാത്തതായിരുന്നു വെള്ളം എത്തിക്കാനുള്ള തടസ്സമായി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. കുടിവെള്ളത്തിനായി പാടവരമ്പിലൂടെ ദുരിതയാത്ര നടത്തിയിരുന്ന കളപ്പറമ്പ് നിവാസികളെക്കുറിച്ച് റിപ്പോർട്ടർ സംരക്ഷണം ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ കണ്ണു തുറന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ തന്നെ ഇടപെട്ട് കോളനിയിലേക്ക് വെള്ളം എത്തിക്കണമെന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പിന്നാലെ കളപ്പറമ്പിലെ പൈപ്പുകളിൽ കുടിവെള്ളമെത്തി. കുറേ കാലത്തിന് ശേഷം അങ്ങനെ വെള്ളം വന്നിരിക്കുകയാണ്. സന്തോഷമായി മോനെ. ഞങ്ങൾക്ക് വലിയ തൃപ്തിയായി. എൻ്റെ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കൊണ്ട് തന്നു. 48 കൊല്ലമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ ഈ വെള്ളത്തിന് കിടന്ന് ബുദ്ധിമുട്ടാണ്. ഈ 60 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ട് എൻ്റെ മക്കൾ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, നല്ല സന്തോഷം, പറഞ്ഞ സന്തോഷം ഞങ്ങൾക്കുണ്ട്. എല്ലാ വീട്ടിലും ഓരോരോ ആൾക്കാർ വയ്യാതിരിക്കും വെക്കുകയും ചെയ്യുകയാണ്. അവരടുത്ത് ഞങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞിരുന്നു. പറഞ്ഞിട്ട് ഇപ്പോൾ തരാം നാളെ തരാം പറഞ്ഞുകൊണ്ടേ ഇരിക്കും വെക്കുകയും ചെയ്തു. പിന്നെ കിട്ടിയില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് ചാനലിൽ വരും വെക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷമായി. അപ്പോൾ ക്ലാസ്സിന് പോകാനും വർക്കിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം വന്നപ്പോൾ ഒരുപാട് സന്തോഷം. അന്ന് ഈ വാർത്ത കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലാണ് ഇത് പുറലോകം കാണിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഒരു നടപടി നമ്മൾക്ക് കിട്ടിയത്. റിപ്പോർട്ടർ ചാനലോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാര്യം ഈ 12ഓളം കുടുംബങ്ങൾക്ക് വെള്ളം എന്ന സ്വപ്നം എന്നും കിട്ടാക്കടവായിരുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നില്ല. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ താണ്ടി വേണം വെള്ളം എടുക്കാൻ. അന്ന് നമ്മൾ ഇതെല്ലാം കാണിച്ചു കൊടുത്താണ്. എന്നിരുന്നാലും ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രം. എങ്കിലും റിപ്പോർട്ടർ ചാനൽ മാത്രം വെളിയിൽ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വെള്ളം കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കും. വെള്ളമെത്തി. ഇനി ഉടൻ പൂർണ്ണതോതിൽ വെളിച്ചവുമെത്തും. ഇനി കളപ്പറമ്പുകാർക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് വഴി നടക്കാൻ ഒരു റോഡാണ്.
ഈ വിഷയത്തിലും അധികാരികൾ ഇടപെടുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്.